ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദീസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നെറ്റ്, സെറ്റ്, HST പരീക്ഷകൾക്കുള്ള ക്രിറ്റിസിസത്തിന്റെ 4ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Hi, welcome to another section of literary criticism. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിനെ കുറിച്ചാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സംതിങ് അബൌട്ട് ദിസ് സെഷൻ. ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. മെയിൻലി പോയറ്റിക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ട്രാജഡിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത്. പോയറ്റിക്സിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ട്രാജഡി ചീഫ്ലി. ആൻഡ് ഓൾസോ ട്രാജഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഹയസ്റ്റ് പോയറ്റിക് ഫോം. പെട്ടെന്ന് ഒരാളിനെ ക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയൊരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ടേമാണ്, ഒരു കൺസെപ്റ്റാണ് ശരിക്കും ട്രാജഡി എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അതർ പോയറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ ഇവിടെ പറയുന്നത് ഇമിറ്റേഷനാണ്. എല്ലാ കലകളുടെയും ബേസ് എന്ന് പറയുന്നത് ഇമിറ്റേഷനാണ്. അത് ഏതൊരു ആർട്ടായാലും. So it is a common basis of all the fine arts. The Aristotle view on what is imitation. ഒരു കവിത എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുമ്പോഴോ we are trying to copy something. So that's why we can say it's a kind of imitation, that is mimesis. Okay, mimicking എന്ന് വേണമെങ്കിൽ പറയാം. And also it is a different form. ഏതിലൊക്കെയാണ് അത് ഡിഫർ ചെയ്യുന്നത് ചോദിച്ചാൽ, ഒന്ന് അതിൻ്റെ മീഡിയം ഓഫ് ഇമിറ്റേഷൻ, എങ്ങനെ ഏത് മീഡിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഇമിറ്റേറ്റ്. സെക്കൻഡ് തിങ് ഈസ് അതിൻ്റെ ഒബ്ജക്റ്റീവ് വന്നിട്ട് ഓബ്ജക്ട്സ് ഓഫ് ഇമിറ്റേഷൻ. ആൻഡ് ദ തേർഡ് ഈസ് മാനർ ഓഫ് ഇമിറ്റേഷൻ. ദാറ്റ് മീൻസ് വി ക്യാൻ സീ 3 kinds ഇൻ imitation according to Aristotle. One thing is medium of imitation, second is object of imitation, and the third is manner of imitation. Then what is epic? So നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാൻ പറ്റും. We can see a contrast between a tragedy and an epic. Tragedy narrates while the dramatic represents through action. Then what is the feature of dramatic poetry? It is distinguished as a tragedy or comic on the basis of objects of imitation. Objects of imitation ന്റെ ബേസിസിലാണ് ഒരു ഡ്രമാറ്റിക് പോയട്രി എന്ന് പറയുന്നത് ട്രാജിക് ആണോ കോമിക് ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ട്രാജഡി ഇമിറ്റേറ്റ് ചെയ്യുന്നത് men as better, that's the point. But whereas comedy as worse than they really are, right? So that's the difference between tragedy and comedy. Then when we discuss the origin and development of poetry on the basis of poetics, that is, the poem is, or the poetry is accepted as a superior form. കലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ superior ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു റാങ്കറാണ്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ലിറ്ററേച്ചറാണ് പോയട്രി എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ പോയട്രിക്കാണ് കൊടുക്കുന്നത്. പണ്ട് അതിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ പോയട്രി 2 തരത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻവെക്റ്റീവ്സ്, 2 പെയിൻജോറിക്സ് എന്ന് പറയും. എന്താണ് ഇൻവെക്റ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസിങ് ദ പവർഫുൾ വേർഡ്സ്, ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കവിതാ രീതിയായിരുന്നു. അങ്ങനെ ആംസ് എന്ന് നമ്മൾ പറയും, ഇൻവെക്റ്റീവ്സ് എന്നും പറയും. ബൈ യൂസിങ് വയലൻറ്റ് അറ്റാക്ക് ഓഫ് വേർഡ്സ്. രണ്ടാമത്തെ ഏതെന്ന് പറഞ്ഞാൽ പെയിൻജറിക്സ് എന്ന് പറയും. പെയിൻജറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് അല്ലെങ്കിൽ റൈറ്റിംഗ്, ഒരാളെ പ്രൈസ് ചെയ്തുകൊണ്ട്, പ്രൈസിങ് സംബഡി ഓർ സംതിങ്, അത്തരത്തിലുള്ള പ്രസൻറ്റേഷൻസിനെയാണ് അല്ലെങ്കിൽ കമ്പോസിഷൻസിനെയാണ് നമ്മൾ പെയിൻജറിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും, ദാറ്റ് ഈസ് ഇൻവെക്റ്റീവ്സ് ഓർ പെയിൻജറിക്സ്, ശരിക്കും പറഞ്ഞാൽ സറ്റയറിലേക്ക് അത് വഴിമാറി എന്നുള്ളതാണ്. സറ്റയർ എന്ന് പറയാൻ അറിയാം, മോക്കിംഗ് ദി എക്സിസ്റ്റിംഗ് ടെൻഡൻസീസ്, കറണ്ട് ടെൻഡൻസീസിനെ മോക്ക് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ലിറ്ററേച്ചറാണല്ലോ നമ്മൾ സറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സറ്റേഴ്സിലേക്ക് വരുവാനുള്ളൊരു വഴി ഈ രണ്ടും കൂടെ തുറന്നത്. അയംസ് അല്ലെങ്കിൽ ഇൻവെക്റ്റീവ്സ്, അയംസ് ഓർ ഇൻവെക്റ്റീവ്സ് എന്ത് ചെയ്യുന്നു, സറ്റയറിലേക്ക് അത് വഴിതെളിച്ചു. ഇൻവെക്റ്റീവ്സ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഇനി ഹിംസ് ഉണ്ട്.
ആൻഡ് പെയിൻജറിക്സ് ഉണ്ട്. ഹിംസ് എന്ന് പറയുന്നത് പ്രൈസിങ് സോങ്സ്, അതുപോലെ തന്നെ പെയിൻജറിക്സ് ഉണ്ട്. ഇത് എപ്പിക്സിലേക്ക് വഴിമാറി. റിപ്പീറ്റ്, അയാംസ് ഓർ ഇൻവെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏതിലേക്ക്? സറ്റയറിലേക്കും. അതുപോലെ തന്നെ ഹിംസ് അല്ലെങ്കിൽ പെയിൻജറിക്സ് എന്ന് പറയുന്നത് എപ്പിക്സിലേക്കും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹീറോയിക് പോയിട്രിയിലേക്കും വഴിമാറി. എപ്പിക്സ് ഓർ ഹീറോയിക് പോയിട്രി. ഇനി ഈ ഹീറോയിക് പോയിട്രിയിൽ ശരിക്ക് ഈ ഹീറോയിക് പോയിട്രിയിലാണ് ശരിക്ക് എന്തുണ്ടാകുന്നതെന്ന് അറിയാം, ഒറിജിനേറ്റ് ചെയ്യുന്നത്, ട്രാജഡി ഒറിജിനേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി സറ്റയറിൽ നിന്ന് വരുന്നതാണ് ശരിക്ക് കോമഡി എന്ന് പറയുന്നത്. മനസ്സിലായ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഒരു ട്രാജഡി എന്ന് പറയുന്നത് ലേറ്റർ ഡെവലപ്മെൻ്റ് ആണ്. മാത്രമല്ല എപ്പിക്കിനെക്കാളും കുറച്ചുകൂടെ ലെവൽ വ്യത്യാസമുണ്ട് ഏതിനാ? ട്രാജഡിക്ക്. അതായത് പൊയറ്റിക്സിൻ്റെ 26th ചാപ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ അരിസ്റ്റോട്ടിൽ കമ്പയർ ചെയ്തു ട്രാജഡിയും എപ്പിക്സുമായിട്ടൊരു കമ്പാരിസൺ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ശരിക്ക് എന്താ പറയുക, ട്രാജഡിയെ എന്തായിട്ടാണ് പറയുന്നത്? ആസ് സുപ്പീരിയർ ആയിട്ടാണ് അദ്ദേഹം അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. എന്നാൽ both epic and tragedy imitate serious subjects in a grand kind of words. എപ്പിക്സ് ആവട്ടെ പോയിട്രി ആവട്ടെ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യുന്ന സീരിയസ് സബ്ജക്ട്സ് എങ്ങനെയാണ് പറയുന്നത്? ഇൻ എ ഗ്രാൻഡ് കൈൻഡ് ഓഫ് വേഴ്സ്. ബട്ട് ദ ഡിഫർ ഇൻ എപ്പിക്, ദാറ്റ് ഈസ് ഇമിറ്റേറ്റ്സ് ഓൺലി ഫോർ ഇറ്റ്സ് കോറൽ ഓഡ്സ് ഓർ ഇൻ ഇറ്റ്സ് ഡയലോഗ്. കോറൽ ഓഡ്സ് അല്ലെങ്കിൽ ഡയലോഗ്, ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഇതിനകത്ത് എപ്പിക്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി എപ്പിക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലെങ്തിയാണ്, മോർ ലെങ്തി, മോർ കോംപ്രിഹെൻസീവ് ആണ്, ആൻഡ് മോർ വാരീഡ്. പക്ഷേ ട്രാജഡിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ആൻഡ് സോ ഇഫക്റ്റീവാണ്. അവർ കുറച്ച് വളരെ എന്താ പറയുക ഇഫക്റ്റീവാണ്. അത്രയും ലെങ്തി അതിനകത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ആൻഡ് സോ മോർ ഇഫക്റ്റീവ്. അത് കോൺസെൻട്രേറ്റഡ് ഫോമിൽ നമുക്ക് കാണപ്പെടുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ട്രാജഡി. ഇനി ട്രാജഡിയെ കുറിച്ച് പറയുമ്പോൾ ട്രാജഡിക്ക് ഇറ്റ് ഹാസ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എപ്പിക്. എപ്പിക്കിൻ്റെ എല്ലാ എലമെൻറ്റ്സും നമുക്ക് ട്രാജഡി കാണാൻ പറ്റും. പക്ഷേ എപ്പിക് ഡസ് നോട്ട് ഹാവ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ഏതാ ട്രാജഡി. എല്ലാം നമുക്ക് കാണാൻ പറ്റത്തില്ല. മാത്രമല്ല എപ്പിക് ലാക്സ് മ്യൂസിക് ആൻഡ് സ്പെക്ടാക്കിൾ. എപ്പിക്കിന് അതിൻ്റെ ഒരു മെലോഡി നമുക്ക് കാണാൻ പറ്റത്തില്ല. ബട്ട് വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് കൺസ്റ്റൻസ് ഓഫ് ട്രാജഡിയുടെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടൻസ് എന്ന് പറയാൻ പറ്റും മ്യൂസിക്കും സ്പെക്ടാക്കിൾസുമാണ്. സോ ദർ ഷുഡ് ബി എൻ ഓഡിയൻസ്. ട്രാജഡിക്ക് അത് എൻജോയ് ചെയ്യാൻ ഉണ്ടാവും. ദർ ഈസ് അതിനകത്തൊരു സ്പെക്ടാക്കിൾ ഉണ്ടാവും. ആൻഡ് ഓൾസോ ദർ ഇസ് മ്യൂസിക്. ദാറ്റ് മീൻസ് സൗണ്ട്സ് ആൻഡ് വിഷൻ, അല്ലെങ്കിൽ സൗണ്ട്സ് ആൻഡ് സൈറ്റ്സ് നമുക്ക് ട്രാജഡിയിൽ ഉണ്ടെങ്കിൽ ദാറ്റ് എപ്പിക്കിൽ അത് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ട്രാജഡി എൻഹാൻസ് ചെയ്യുന്നതിന് കാരണം എന്താണ്? ഇത്തരത്തിലുള്ള കോൺസ്റ്റൻസ് ആണ്. റൈറ്റ്. Then the tragedy has also reality of presentation and unity of action. പക്ഷേ ഏതിനില്ല? എപ്പിക്കിൽ അതില്ല എന്നുള്ളതാണ്. ഇനി ട്രാജഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സുപ്പീരിയർ. എന്തുകൊണ്ട്? നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ പറയാം, all the parts of the epic are included in tragedy, but those tragedy are, that means those of tragedy are not all of them to be found in the epic. Okay. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചെറിയ ടേമാണ്. പക്ഷേ അരിസ്റ്റോട്ടിൽ വളരെ ഉപയോഗിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്, കൺസെപ്റ്റാണ് പറയുന്നത്. കഥാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ഒരു സെഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഈസ് ഇറ്റ്? ദാറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ആർട്സിനെയാണ് നമ്മൾ ശരിക്കും കഥാസിസ് എന്ന് പറയുന്നത്. മനസ്സും ആ കലയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, ഡെഫിനിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് വിജയിക്കുന്നത്? അതൊരു വ്യക്തിയിൽ, ഒരു ഓഡിയൻസിൽ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സോ ദാറ്റ് ഈസ് വാട്ട് കഥാസിസ്. ഇതിന് മറ്റൊരു ടേംസിൽ പറഞ്ഞാൽ ഇറ്റ്സ് മെഡിക്കൽ പെർഗേഷൻ അല്ലെങ്കിൽ റിച്വൽ ക്ലീനിങ് എന്ന അർത്ഥം നമുക്ക് കൊടുക്കാൻ പറ്റും കഥാസിസിന്. സാധാരണയായിട്ട് നമ്മൾ കൂടുതലും ഇമോഷൻസ് ഇവോക്ക് ചെയ്യപ്പെടുന്നത് ട്രാജഡിയിലാണ്. റൈറ്റ്. മാത്രമല്ല ദി ഇഫക്ട്സ് ഓഫ് ദി റിലീസ് ഓൺ ദി സ്പെക്ടേറ്റർ ഈസ് എ റിലീഫ്. അതിലുണ്ടാകുന്ന ഒരു എന്താ പറയുക, ആ ഒരു റിലീസ് ചെയ്യപ്പെടുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ ഓഫ് മൈൻഡ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന റിലീഫ് എന്ന് പറയും. അതിലൂടെ ഒരു ഓഡിയൻസിന് ഉണ്ടാകുന്ന എന്താ പറയുക, ഏറ്റവും അല്ലെങ്കിൽ സ്പെക്ടേറ്ററിന് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്ലെഷറാണ്. ഓക്കെ. അപ്പോൾ ഒരു കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു സൈക്കോളജിക്കൽ റിലീഫ്. ഓക്കെ, ദാറ്റ് ഈസ് പ്ലെഷർ. ഇനി ഇങ്ങനെ ലിയൻ ഗോൾഡൻ എന്ന് പറയുന്ന ഒരു ക്രിറ്റിക് അതിനെക്കുറിച്ച് പറയുന്നത്,
Catharsis is an intellectual procedure. That is an intellectual procedure. മാത്രമല്ല, it's an insight into the mimetic process and into the relations between the tragedy and reality. അത് രണ്ടും കണക്ട് ചെയ്യുന്നു. ട്രാജഡിയും റിയാലിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ കഥാസിസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് വാട്ട് ഈസ് ഡെൽറ്റ് ബൈ Aristotle in his Poetics. Then another thing we can see in Poetics is hamartia. That is another Aristotelian term. Actually, a word originates emerged from Greek that means archery എന്ന് പറയുന്നതിൽ ശരിക്കും hamartia എന്ന term originate ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒറിജിനൽ മീനിങ് എന്ന് പറയുന്നത് to miss the mark or to err or fail. That's the meaning, original meaning. ഇനി അരിസ്റ്റോട്ടിൽ എന്തിനാണ് അല്ലെങ്കിൽ ഈ ടേം ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ടു എ ഫോൾസ് ബിലീഫ് ഓർ ആൻ എറർ ഓഫ് ദ മൈൻഡ് എന്ന അർത്ഥത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം വിച്ച് കോസസ് ദ ട്രാജിക് ഹീറോ ടു എയർ ഇൻഡീഡ്. ഒരു പക്ഷേ കാരണം നമ്മളൊരു ട്രാജഡി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിക്ക് സാധാരണ മറ്റുള്ള ക്യാരക്ടേഴ്സിന് ഉണ്ടാകുന്ന ഫെയ്റ്റ് അല്ല നമ്മളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിനകത്തുള്ള ട്രാജിക് അതിൻ്റെ എന്താ പറയുക ഹീറോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള എറർ സംഭവിക്കുമ്പോഴാണ് അത് ട്രാജഡിയിലേക്ക് നയിക്കുന്നത്. മറ്റു കഥാപാത്രങ്ങൾക്കൊന്നും എന്തെങ്കിലും സംഭവിച്ചാൽ അത്രയും വലിയ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാജിക് എലമെൻറ്റ്സ് പ്രേക്ഷകർക്ക് അനുഭവിക്കത്തില്ല. ബട്ട് എന്താ പറയുക ട്രാജിക് ഹീറോ സഫർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു കഥ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ പോയട്രി എന്തിലേക്ക് പോകുന്നത് ട്രാജഡിയിലേക്ക് കടന്നു പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ എറർ എന്ന് പറയുന്നത് അൺഇൻറ്റൻഷണൽ ആയിരിക്കും, മനഃപൂർവ്വമായിട്ടുള്ളതായിരിക്കില്ല, അൺഇൻറ്റൻഷണലാണ്. ആൻഡ് ആൾസോ തിയോളജിക്കലായിട്ട് നോക്കുമ്പോൾ ഇതൊരു സിന്നായിട്ടോ ദാറ്റ് മീൻസ് ഇറ്റ് കനോട്ട് ബി റിഗാർഡഡ് ആസ് എ സിൻ ഓർ എ ക്രൈം അക്കോർഡിംഗ് ടു തിയോളജി. അതിനനുസരിച്ചൊരു തിയോളജിക്കലായിട്ട് നോക്കുമ്പോൾ സിന്നോ ക്രൈമോ അല്ല. പിന്നെ ഒരു കാര്യം കൂടി ഹമാർഷ്യയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ട്രാജിക് എറർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ട്രാജിക് മിസ്റ്റേക്ക് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും എല്ലാം അരിസ്റ്റോട്ടലിയനാണെന്ന്. അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കി തരാം. പലപ്പോഴും എന്താ പറയുക അരിസ്റ്റോട്ടൽ യൂണിറ്റീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഡ്രാമയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമോ ആക്ഷൻ, അതായത് ടൈം ഓഫ് ആക്ഷൻ, ദെൻ ആക്ഷൻ, അതുപോലെ തന്നെ ടൈം ഓർ പ്ലേസ് അല്ലേ, ടൈം ആക്ഷൻ പ്ലേസ്, ഇത് മൂന്നുമാണ് ശരിക്കും പറഞ്ഞാൽ എന്തുവാ യൂണിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ യൂണിറ്റീസിൽ ഓതൻറ്റിക്കായിട്ട് നമ്മൾ പറയുമ്പോൾ ടൈം ഓഫ് ആക്ഷൻ മാത്രമാണ് അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് ആക്ഷൻ മാത്രമാണ് ആരുടേത് അരിസ്റ്റോട്ടലിയൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ചോദിക്കാം മറ്റു യൂണിറ്റീസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന്. ലുക്ക്, യൂണിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത് ഇൻ പോയറ്റിക്സ് ഓൺലി ആസ് എ പോസിബിലിറ്റി, ഒരു പോസിബിലിറ്റി ആയിട്ട് മാത്രമാണ് അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുന്നത്, നോട്ട് ആസ് എ റൂൾ, ഒരു പോസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റി ഓഫ് പ്ലേസിനെ കുറിച്ചാണ് പറയുന്നതാണെങ്കിലോ അത് അദ്ദേഹം എടുത്തിരിക്കുന്ന റിനൈസൻസിൻ്റെ ഒരു എഡിഷനാണ്, റൈറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടൊരു റൂളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ത് മാത്രമാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ മാത്രമാണ്. അപ്പോൾ ടൈം ആവട്ടെ ദാറ്റ് ഈസ് എ പോസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്, നോട്ട് ആസ് എ റൂൾ. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് റിനൈസൻസ് എഡിഷനാണ്. ചുരുക്കി പറഞ്ഞ് ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് ബിക്കം നിയർലി ഇംപോസിബിൾ ഫോർ മോഡേൺ ക്രിറ്റിക്സ് ഓഫ് വെസ്റ്റേൺ ലിറ്ററേച്ചർ to discuss poetry and drama without introducing Aristotle. Aristotelian concepts ഇല്ലാതെ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് Aristotelian contribution through Poetics എന്ന് പറയുന്നത്. So thank you for watching. Thank you very much.